സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഇതൊരു കംപ്ലൈന്റ് വന്നു ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്ത്. സഅദ് ചില ദിവസങ്ങളിൽ ബോധക്ഷയം ബാധിച്ചു വീഴും, പിന്നെ തനിച്ചിരുന്ന് ഇസ്തിഗ്ഫാറാണ്, പിന്നെ ആളുകളെ കാണുന്നില്ല, ഗവർണർ അടുത്ത് നിന്ന് കിട്ടേണ്ട ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നില്ല. അപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആത്മകഥം പോലെ പറയുന്നുണ്ട്, പഠിച്ചോനെ സഅദ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാ, ഇന്നേ വരെ മോശമായതൊന്നും കേട്ടിട്ടില്ല, ഒന്നും കേൾപ്പിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. വിളിപ്പിച്ചപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഅദ് ആ ചരിത്രം പറയാണ്, അള്ളാഹുവും ഞാനും ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിലെ വേദനയായിരുന്നു ഇത് ആരോടും പറഞ്ഞിട്ടില്ല ഖലീഫ, അങ്ങയോട് പറയട്ടെ നിർവാഹമില്ലാത്തോണ്ട്. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ഒരു കഥ പറയാം. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ആ സ്വഹാബിയെ കൊണ്ടുപോവാണ്, സ്വഹാബിന്റെ പേര് ഫിക്റിൽ വരുന്നില്ല. ആ സ്വഹാബിയെ കൊണ്ടുപോവാണ്, കൈകളിൽ ചങ്ങല ബന്ധിച്ച് അദ്ദേഹത്തെ എങ്ങനെ ചണ്ട കൊട്ടി ബഹളമുണ്ടാക്കി അവർ കൊണ്ടുപോകണം. തിഹാമയുടെ മുകളിലെത്തി, പർവ്വതത്തിന്റെ മുകളിലെത്തിയപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹമുണ്ടോന്ന്. അദ്ദേഹം 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അനുവാദം വാങ്ങി. ആ 2 റക്അത്ത് നിസ്കരിച്ച് അദ്ദേഹം പെട്ടെന്ന് നിസ്കാരം തീർത്ത് അദ്ദേഹം എന്ത് ചെയ്തു, മരണത്തിന് കീഴടങ്ങാൻ വേണ്ടി നിന്നെടുത്തു. അപ്പൊ പറഞ്ഞു, എനിക്ക് സുജൂദ് വലിയ ഇഷ്ടാ, പക്ഷേ ഞാനൊരു ഭീരുവാണെന്ന് നിങ്ങൾ ധരിക്കും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണില്ല, ദീർഘിപ്പിക്കണില്ല. അങ്ങനെ അദ്ദേഹത്തെ മരണത്തിന് വേണ്ടി കുരിശിൽ തറക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഇങ്ങനെ നിർത്തുകയാണ്. ശരീരത്തിലേക്ക് മരത്തിന്റെ ആണികൾ അടിച്ച് കൊല്ലുകയാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മനോഹരമായ ഗാനം ഇങ്ങനെ ആലപിച്ചുകൊണ്ട് മുസ്ലിമായി മരിക്കണമെന്ന് എനിക്കൊരു പ്രശ്നമല്ല എന്ന് ഉറക്കെ പറയാണ്. അവിടെ ഉദ്ധരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ അന്ന് ഈത്തപ്പഴങ്ങൾ ഉണ്ടായിരുന്നു. ജസീറത്തുൽ അറബിൽ എവിടെയും ആ ഈത്തപ്പഴം കായ്ക്കണ കാലായിട്ടില്ല അന്ന്. അപ്പൊ അത് കറാമത്താണ്, അല്ലാഹു സുബ്ഹാനഹു കൊണ്ടുവന്നെടുത്താണ്. എന്താ, ജീവൻ വെടിയുമ്പോഴും തൃപ്തിയുടെ വാചകം പറഞ്ഞ് മരിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാ? അതിലൊരു ആസ്വാദനം കാണുന്നുണ്ട്.